ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാതി മുഡിസ്റ്റേ. 2 ദിവസം മുമ്പ് നിങ്ങളോട് സിനു എൻ്റെ ഒരു ബിസി ഡേനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഡേയിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറച്ച് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങും എൻ്റെ ആരി വർക്കിൻ്റെ കുറച്ച് വർക്ക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇതൊരു പീറ്റർ പാൻ കോളർ വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കോളറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. നെക്കാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തത്. സ്ലീവ് ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് പുലിവാൽ മീഡിയയിലുള്ള നാസർ ഖാൻ്റെ മോളുടെ മോൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. അവൾക്കും അവളുടെ ഒരു കസിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 2 പേർക്കുള്ള ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഞാൻ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി പീറ്റർ പാൻ കോളറിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്യാണ്. എന്നിട്ട് കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ മറിച്ചെടുക്കണം. ഇതൊരു 2 ദിവസത്തെ വർക്ക്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ബിസി ഡേ മെയിനായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഡേ ആണ് മെയിൻ തിരക്ക് പിടിച്ച ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റ് അല്ലേ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സെൻറ്ററിൽ ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് പിന്നെ മറ്റേ ഭാഗത്തു നിന്ന് ഒരെണ്ണം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ അത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ 2 തമ്മിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പീസ് വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കത് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ പീറ്റർ പാൻ കോളറും റെഡി ആയിട്ടുണ്ട്. ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. ഇവിടെ ഞാൻ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ലൈനിങ്ങിനെ മാറ്റി നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ലൈനിങ്സ് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉള്ളിലോട്ട് മറിച്ചത് ശേഷം ലൈനിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് മെയിൻ ഫാബ്രിക്കിനെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് കിട്ടും കേട്ടോ. അടിഭാഗത്ത് ഒരു എലാസ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ ഇങ്ങനൊരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. മെറ്റീരിയലും അവർ തന്നെ കൊണ്ടുവന്ന് തന്നതായിരുന്നു. ഇനി അടിവശം മടക്കി കൊടുക്കാം. ഇത് ചെയ്തെടുത്തപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി പണികളൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്തത്. അപ്പോൾ രാവിലെയാണ് ഞാൻ ഈ റോൾ ഹെം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ എനിക്കവിടെ ഒരു ഹാൻഡ് വർക്കും കൂടി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതിനെ അവിടെ വിട്ടിട്ട് ഞാൻ വീണ്ടും സ്കേർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ബോസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതിന് റെഡിയാക്കാൻ വേണ്ടി പോയി. ഇതാണ് ആ ബോസ്. അതേ ടൈമിൽ തന്നെ എനിക്കൊരു സാരി കൊണ്ടൊരു ഷോർട്ട് ടോപ്പും ഷറാറ പാൻറ്റും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 സ്കേർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 ലെയർ വരുന്ന സ്കേർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിന് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നിറയെ ബോസും വെച്ചിട്ടുണ്ട്. സാറ്റിൻ റിബൺ കൊണ്ടാണ് നമ്മൾ ബോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ടോപ്പും സ്കേർട്ടും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കതിനി പാക്ക് ചെയ്യാം. പാക്ക് ചെയ്ത് താങ്ക് യു കാർഡ്സും ഒക്കെ വെച്ച് സെറ്റാക്കാം. കസ്റ്റമർ സ്റ്റൈൽ ചെയ്ത ഫോട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണേ. താങ്ക് യു.